ഹായ് ഫ്രണ്ട്സ്, ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്ലാവിൻ്റെ ഇലയും പഴവും ഉപയോഗിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന നല്ലൊരു കുമ്പിളപ്പമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പ്ലാവിൻ്റെ ഇലകളും പിന്നെ നല്ല പഴുത്ത പഴവുമാണ്. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പരുവത്തിനുള്ള വാവട്ടമുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, എങ്കിലും അതൊന്നുകൂടി ചൂടാക്കിയിട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത്, 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും പൊടിച്ചത്, ഒപ്പം 7 ചെറുപഴം കട്ട് ചെയ്തെടുത്തത് എന്നിവ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. നമ്മളെടുത്ത പഴം ഒരുപാട് പഴുത്തതല്ല, അതുകൊണ്ട് ഞാനൊരു അല്പം വെള്ളം കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുവാണ്. നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. നന്നായി കുഴച്ച് ഉരുട്ടിയ ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. നമ്മുടെ റവയെല്ലാം കുതിർന്ന് എല്ലാം ഒന്ന് മാവിൽ പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് പ്ലാവിലകൾ ഓരോന്നായിട്ട് അടർത്തി വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ അറ്റത്ത് പാല് പോലെയുള്ള പ്ലാവിൻ്റെ അരക്കുണ്ടല്ലോ, അത് പോകാനായിട്ടാണ്. ഇനി നമുക്ക് ഇലകളിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോ പ്ലാവിലെയും എടുത്ത് നമ്മൾ കുമ്പിളിനൊക്കെ കോട്ടിയെടുക്കുകയല്ലേ, അതുപോലെ കോട്ടിയെടുക്കാം ഇല. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. മാവ് മുഴുവൻ നിറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഒരു ഈർക്കിലിക്കമ്പ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കുത്തി കൊടുക്കണേ. നമ്മുടെ പ്ലാവിലേക്ക് കട്ടിയുള്ളത് കൊണ്ട് ഇതല്ലെങ്കിൽ അങ്ങ് തുറന്നു പോകും. അപ്പോൾ ഇങ്ങനെ ഈർക്കിൽ കുത്തി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുമ്പിളിൻ്റെ അതേ ഷേപ്പിൽ തുറന്നു പോകാതെ അങ്ങ് ഇരുന്നോളും. മുഴുവൻ മാവും നമുക്കിതുപോലെ ഇലയിലാക്കി വെച്ച് കൊടുക്കാം. പ്ലാവിലയ്ക്ക് പകരമായിട്ട് നമുക്ക് ഇടനയുടെ ഇലയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇടനയുടെ ഇലയാണെങ്കിൽ അതിൻ്റെ ഞെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടങ്ങ് ലോക്ക് ചെയ്ത് അമർത്തി കൊടുത്താൽ മതി. ഈർക്കിൽക്കമ്പൊന്നും കൊത്തേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോളും. ഫ്രണ്ട്സ്, നമ്മൾ മുഴുവൻ മാവും ഇലയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കിത് ഇനി 25 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വെന്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കുമ്പിളപ്പം വെന്ത് കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ്. ശർക്കരയും പഴവും ഒപ്പം ഏലക്കയും ജീരകവും കൂടി ചേരുമ്പോഴുള്ള ഒരു അടിപൊളി സ്മെല്ല്. ഈ സ്മെല്ല് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ കുറച്ചൊന്ന് പോയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഫ്രണ്ട്സ്, കുറഞ്ഞ സമയം കൊണ്ട് പ്ലാവിൻ്റെ ഇലയും പഴവുമൊക്കെ ഉപയോഗിച്ച് ആവിയിൽ പുഴുങ്ങിയെടുത്ത നല്ലൊരു കുമ്പിളപ്പമാണിത്. ആവിയിൽ പുഴുങ്ങിയതായതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പ്ലാവിലയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല, ഒരുപാട് പഴമൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ പഴം പഴുത്തങ്ങ് പോകുമ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോകുമല്ലോ, എന്നാ ചെയ്യുമെന്നോർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലത്തെ കുമ്പിളപ്പം തയ്യാറാക്കിക്കോളൂ. അത് നമുക്ക് രാവിലത്തെ കാപ്പിക്കും അതുപോലെ വൈകുന്നേരത്തെ ചായക്കും ഒപ്പം ഒക്കെ ഉപയോഗിക്കാം. മാത്രമല്ല, കുഞ്ഞു ഫാമിലി പിക്നിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് പോകാവുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. യൂസ്ഫുള്ളായ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്